വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. സാറ്റർഡേ ആണ്. സോ നമ്മൾ ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേയിലേക്ക് പോവാണ്. JP നഗർ. ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോണത്. അച്ചുണ്ട്, നെയ്നും ഉണ്ട്. സോ നമുക്ക് രാമേശ്വരം കഫേയിലെത്തിയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് രാമേശ്വരം കഫേയിലേക്ക് കാണാം. ബൈ. അങ്ങനെ നമ്മൾ ഊബർ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ JP നഗറിലുള്ള രാമേശ്വരം കഫേയിലേക്കാണ് പോണത്. ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഇത് നമ്മൾ രാമേശ്വരം കഫേയിലേക്ക് എത്തി. ആസ് യൂഷ്വൽ നല്ല റഷ് ഉണ്ട്. നമുക്കിങ്ങനെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നത് വലിയ വലിയ കഫേ ആയിരുന്നു. പക്ഷെ നമ്മൾ പോയതൊരു കുഞ്ഞു കഫേ ആയിരുന്നു. നല്ല തിരക്കുണ്ട്. ഇവിടെ മെനു നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് ഫേമസ് ആയിട്ടുള്ള ഗീ പൊടി ഇഡ്ഡലി, ഗീ പൊടി മസാല ദോശ, പിന്നെ ഓപ്പൺ പനീർ ബട്ടർ മസാല ദോശ അതാണ് വാങ്ങിച്ചത്. ഭയങ്കര നെയ്യായിരുന്നു ഗൈസ്. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഓടി ഇങ്ങോട്ട് എത്തുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പൊടി ഇഡ്ഡലിക്ക് ഓൾമോസ്റ്റ് 90 റുപ്പീസ് ആയിരുന്നു. ഗീ പൊടി മസാല ദോശയ്ക്ക് 140 ആയിരുന്നു. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളിന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇനി വരുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. ഇത്രയൊന്നും നെയ്യ് തിന്നാനുള്ളൊരു ശേഷിയില്ല. നമുക്കൊരുമാതിരി മന്ദപ്പായി പോവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജയനഗർ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലേക്കാണ് വന്നത്. തൊട്ടടുത്തായിരുന്നു. ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് വന്നു. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ റോഡ് സൈഡിൽ വിൽക്കാനുണ്ടാവും. അതല്ലാണ്ട് നമുക്ക് തൊട്ടുള്ളിലായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്സ് ഉണ്ട്. മെയിൻലി ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. ബാഗ്, വാലറ്റ്, അതുപോലെ നമ്മളെ ടെഡി ബെയർ, പിന്നെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ്, അതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല ചീപ്പ് പ്രൈസിൽ കിട്ടും. പിന്നെ അവർ പറയണ പ്രൈസിലും കുറച്ചുകൂടി നമുക്ക് വില പേശി കുറച്ച് കുഴപ്പമില്ലാണ്ട് നമുക്ക് പ്രൈസ് കിട്ടും. പിന്നെ ഏറ്റവും പറയേണ്ടത് ജ്വല്ലറീസിൻ്റെ ആണ്. അതായത് നമുക്ക് നാട്ടിൽ 150, 200, 230, 250 അങ്ങനെയൊക്കെ കിട്ടണതൊക്കെ 100 റുപ്പീസിനുള്ളിലാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ജ്വല്ലറീസ് കുറച്ച് വാങ്ങിച്ചു. കമ്മൽ, മാല, പിന്നെ കൂടുതൽ ഇവർക്ക് സിൽവർ ജ്വല്ലറീസ് ആയിരിക്കും. അപ്പം നമ്മൾ 2-3 സിൽവർ ജ്വല്ലറീസ് വാങ്ങിച്ചു, കമ്മലും മാലയും. പിന്നെ നമ്മൾ മഴ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മതിയാക്കി നേരെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ നിന്ന് ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിച്ചു. ആ സ്ലിംഗ് ബാഗിനൊക്കെ ഒരു 300 ആ റേഞ്ചിലായിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ ഫുള്ളൊന്ന് ചുറ്റിക്കണ്ടു. മഴയായതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ എല്ലാവരും മഴ കൊള്ളാതിരിക്കാൻ ഇങ്ങനെ ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ നടന്നപ്പോൾ 50 റുപ്പീസിൻ്റെ നമ്മളിങ്ങനെ ഉന്തുവണ്ടിയിൽ കുറേ 50 റുപ്പീസിൻ്റെ ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും നോക്കി. വരണ വഴി അപ്പോൾ നമ്മളൊരു ചെറിയൊരു കട കണ്ടു, ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വിൽക്കണത്. അപ്പോൾ അവിടെയും ഒന്ന് കയറി നോക്കി. കൊള്ളാം, അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല മഴയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് PGയിലേക്ക് വന്നു ഗൈസ്. സോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ബൈ.